ഇതാണ് കേരളത്തിൻ്റെ വനസമ്പത്തിൻ്റെ അഭിമാനമായ നമ്മുടെ തേക്ക് മ്യൂസിയം നിലമ്പൂർ. ഇന്ന് ഈ മ്യൂസിയത്തെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമായി കണക്കാക്കുന്നു. അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്ത് കൂടല്ലൂർ റൂട്ടിൽ. ഇന്നാകട്ടെ ഇത് സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലവുമായി മാറി. 1995 ജൂണിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തേക്ക് മ്യൂസിയം പ്രസിദ്ധമായിരുന്നു. 1840 HV കൊണോളി ലോകത്തിലെ ആദ്യ കൃത്രിമ തേക്ക് തോട്ടം നിലമ്പൂരിൽ സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന തേക്ക് പണ്ട് സുനാമിയിൽ ഒലിച്ചു വന്നതായി കണക്കാക്കപ്പെടുന്നു. തേക്ക് മ്യൂസിയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തേക്കിൻ്റെ ചരിത്രം, തേക്കിൻ്റെ വളർച്ചാ രീതി, വിവിധ ഘട്ടങ്ങളിലുള്ളത്, അതിൻ്റെ സംരക്ഷണ മാർഗങ്ങൾ, അതിൻ്റെ മൂല്യം, ഉപയോഗങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങളെ അറിയിക്കാനാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന തേക്ക് വേരുകളും നമുക്കിവിടെ കാണാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന തേക്ക് സംബന്ധമായ ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ, രേഖകൾ എന്നിവയും ഇവിടെ കാണാം. തേക്ക് കൊണ്ടുണ്ടാക്കിയ ക്ലോക്കും ഇരിക്കാനുള്ള ഇരിപ്പിടവും പത്തായവും എല്ലാം കേരളീയ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നവയാണ്. തേക്കിൻ്റെ കാതൽ എന്ന ഭാഗം കൊണ്ടാണ് ഫർണിച്ചറുകൾ നിർമ്മിച്ചിരുന്നത്. കാതലിനാണ് കൂടുതൽ മൂല്യവും ഉണ്ടായിരുന്നത്. തേക്ക് മ്യൂസിയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടുത്തെ പൂന്തോട്ടം. അവിടെയുള്ള വിവിധ ഇനം പൂമ്പാറ്റകളെയും പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. പണ്ട് മുതൽക്ക് തന്നെ വിദേശികൾക്ക് കേരള വിഭവം കൊണ്ട് പ്രത്യേക താല്പര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തേക്ക്. സസ്യജന്തുജാലങ്ങൾ വളർന്നു വരണമെങ്കിൽ അതിൽ പ്രധാനമായും പങ്കുള്ളത് മണ്ണിനാണ്. ഇവിടെ ഇന്ത്യയിലെ 24 ഇനം മണ്ണിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. തേക്ക് തോട്ട നിർമ്മാണത്തിനും 2-3 തവണയായുള്ള തേക്ക് തോട്ടത്തിൻ്റെ പുനർനിർമ്മാണത്തിനു ശേഷം മണ്ണിൻ്റെ ഫലപുഷ്ടി കുറയുന്നതായി കാണുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള വ്യത്യസ്ത ഫ്രെയിമുകളും നമുക്കിവിടെ കാണാം. പഴയ കാലത്തെ തേക്ക് കൊണ്ട് നിർമ്മിച്ച തൊട്ടില്, കട്ടില്, കസേര ഇവയാണിത്. തേക്ക് മ്യൂസിയത്തിൻ്റെ മറ്റൊരു മനോഹര പിന്നാമ്പുറ കാഴ്ചയായി നമുക്ക് ഗാർഡനുകളെ കണക്കാക്കാം. ഇവിടെ വിവിധ ഇനം ഔഷധ സസ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ കുളങ്ങളിൽ ആമകളെയും കാണാം. പൂക്കളിലെ അതിഥികളായ പൂമ്പാറ്റകളും ഇവിടെ വാസമുറപ്പിച്ചിട്ടുണ്ട്. ചെടികളെ വ്യത്യസ്ത ഷേപ്പുകളിൽ ആക്കിയിരിക്കുന്നതിനാൽ പൂന്തോട്ടത്തെ വളരെ ഭംഗിയായി നമുക്ക് തോന്നിപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയം ഒരു വിനോദസഞ്ചാരം എന്നതിലുപരി നമ്മൾ കേരളീയരുടെ പാരമ്പര്യത്തിൻ്റെയും പ്രകൃതിയുടെയും പ്രതീകമായി നമുക്ക് കണക്കാക്കാം.